ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമ്മളിന്ന് 5ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിൻ്റെ പേരാണ് ബൂന്തോങ്ക ഗീത്, തുള്ളികളുടെ പാട്ട്, തുള്ളികളുടെ സംഗീതം. ബൂന്തോം തുള്ളികൾ, ഗീത് പാട്ട്. കൂട്ടുകാരെ, ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം നമുക്ക് പഠിക്കാം. ഈ പാഠത്തിൻ്റെ പേരാണ് ഏക് ദോ തീൻ, 1 2 3. ഇത് മുകേഷ് നൗട്ടിയാൽ എന്ന ആളാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു വീടിൻ്റെ മുന്നിലായിട്ടൊരു കുട്ടി ഇരിപ്പുണ്ട്, സൈഡിൽ പൂച്ച നിൽക്കുന്നുണ്ട്, അവിടെ കുറച്ച് കുളക്കോഴികൾ നിൽക്കുന്നത് കാണാം. എന്നാൽ നമുക്ക് കഥ തുടങ്ങാം അല്ലേ. നോക്കിക്കേ. മേരാ ഘർ സുസവ നദിക്ക് കിനാരെ ഹേ. മേരാ ഘർ, എൻ്റെ വീട്. ഘർ, വീട്. സുസവ നദിക്ക്, സുസവ എന്ന നദിയുടെ കിനാരെ ഹേ, തീരത്ത് ആണ്. എൻ്റെ വീട് സുസവ നദിയുടെ തീരത്താണ്. വഹീം ജൽ മുർഗിയോം കാ ഏക് പരിവാർ ഭി രഹ്താ ഹേ. വഹീം, അവിടെ. ജലമുർഗിയോം കാ, കുളക്കോഴികളുടെ. ഏക് പരിവാർ, ഒരു കുടുംബവും താമസിക്കുന്നുണ്ട്. രഹ്താ ഹേ, താമസിക്കുന്നുണ്ട്. आज सुबह जल मुर्गियों की चूजे मेरे घर में घुस आए. ആജ്, ഇന്ന്. സുബഹ്, രാവിലെ. ഇന്ന് രാവിലെ. ജലമുർഗിയോങ്കി, കുളക്കോഴികളുടെ. ചൂസേ, കുഞ്ഞുങ്ങൾ. മേരെ ഘർമേ, എൻ്റെ വീട്ടിൽ. ഗുസ് ആയേ, എൻ്റെ വീട്ടിൽ കയറി വന്നു. ഇന്ന് രാവിലെ കുളക്കോഴി കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ബാഹർ ദോ ജൽ മുർഗിയാം जोर जोर से चिचिया रही थी. ബാഹർ, പുറത്ത്. ദോ ജൽ മുർഗിയാം, 2 കുളക്കോഴികൾ. സോർ സോർ സെ, ഉച്ചത്തിൽ. ചിച്ചിയാ രഹി തീ, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. പുറത്ത് 2 കുളക്കോഴികൾ ഉച്ചത്തിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. മേനെ ദീവാർ കി ഓട്ട് മേം ഏക് ബിലോട്ട ദേക്കാ. ഞാൻ ദീവാർക്കി, ചുമരിൻ്റെ. ഓട്ട്മേം, മറവിൽ. ഏക് ബിലോട്ട ദേക്ക, ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ബിലോട്ട, പൂച്ചക്കുഞ്ഞ്. മുझे देखकर ബിലോട്ട ഭാഗ് ഗയാ. മുझे देखकर, എന്നെ കണ്ടിട്ട്. ബിലോട്ട, പൂച്ചക്കുഞ്ഞ്. ഭാഗ് ഗയാ, ഓടി. എന്നെ കണ്ടപ്പോഴത്തേക്കും പൂച്ചക്കുഞ്ഞ് അവിടുന്ന് ഓടി. ലേക്കിൻ ജൽ മുർഗിയാം ഷോർ മച്ചാത്തി രഹി. ഷോർ മജാത്തി എന്നാൽ ബഹളം വയ്ക്കുക. അവർ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ഈ കുട്ടിയെ കണ്ടപ്പോഴേക്കും പൂച്ച അവിടുന്ന് സ്ഥലം വിട്ടു. പക്ഷേ എന്താണ്, കുളക്കോഴികൾ അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? മേനെ ഭീത്തർ ജാക്കർ ദേക്കാ. ഞാൻ അകത്ത് പോയി നോക്കി. ഭീത്തർ, അകത്ത്. ജാക്കർ, പോയിട്ട്. ദേക്ക, നോക്കി. ഞാൻ അകത്ത് പോയി നോക്കി. ആ കുട്ടി എന്ത് ചെയ്തു? അകത്ത് പോയി നോക്കി. എന്താണ് അവിടെ? ഏക് ചൂസ ഫർഷ് പർ ഥ. ഏക് ചൂസ, ഒരു കുളക്കോഴിയുടെ കുഞ്ഞ്. ഫർഷ് പർ ഥ, തറയിൽ ഉണ്ടായിരുന്നു. ഫർഷ്, തറ. എന്താണ് വായിക്കുന്നത്? ഫർഷ്. ദൂസര സോഫയ്ക്ക് നീച്ചെ. മറ്റൊരാൾ എവിടെയാണുള്ളത്? സോഫയ്ക്ക് നീച്ചെ, സോഫയുടെ അടിയിൽ. നീച്ചെ, അടിയിൽ. മേനെ ഉനെ ഉൻകെ മാ ബാപ്പ് കി ഹവാലെ കർ ദിയ. മേനെ, ഞാൻ. ഉൻഹെ, അവയെ. ഉൻകെ, അവരുടെ. മാം ബാപ്പ് കെ, അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത്. ഹവാലെ കർദിയ, ഹവാലെ എന്നാൽ ഏൽപ്പിച്ചു. അവൻ എന്താണ് ചെയ്തത്? അവൻ ആ കുളക്കോഴി കുഞ്ഞുങ്ങളെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എത്തിച്ചു. പർ ജൽ മുർഗിയാം ഷോർ മച്ചാത്തി രഹി. എന്നാലും എന്താണ്? പർ, പക്ഷേ. ജൽ മുർഗിയാം, കുളക്കോഴികൾ. ഷോർ മച്ചാത്തി രഹി, ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു, ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഏക് മച്ചർ ബിൻ ബിന രഹാത്ത. ഏക് മച്ചർ, ഒരു കൊതുക്. ബിൻ ബിന രഹാത്ത, മൂളി പറന്നുകൊണ്ടിരുന്നു. ഉസേ ബഗാനെ കേലിയെ, അതിനെ ഓടിക്കാൻ വേണ്ടി. ബഗാനെ, ഓടിക്കുക, ഓടിക്കാൻ വേണ്ടി. മേനെ താലി പീട്ടി, ഞാൻ കൈയടിച്ചു. താലി പീട്ടി, കൈ കൊട്ടുക, കൈയടിക്കുക. ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപ്പ ചൂസ തേസി സെ ബാഹർ ഭാഗ.
ആവാസ് സുൻകർ ശബ്ദം കേട്ടിട്ട്. ആവാസ് ശബ്ദം, സുൻകർ കേട്ടിട്ട്. പലങ്ക് പലങ്ക് കെ കട്ടിലിൻ്റെ, നീച്ചെ അടിയിൽ, ചുപ്പ ഒളിച്ചിരുന്ന, ചൂസ കുളക്കോഴിയുടെ കുഞ്ഞ്, തേസീസെ വേഗത്തിൽ, ബാഹർ ഭാഗ പുറത്തേക്ക് ഓടി. പർ ജൽ മുർഗിയാം ഡഡി രഹി പക്ഷേ കുളക്കോഴികൾ, ഡഡി രഹി എന്നാൽ പോകാൻ കൂട്ടാക്കിയില്ല, അവരവിടുന്ന് പോവാൻ തയ്യാറായില്ല. മേനെ ഹർ ജഗഹ് ഗോജ ഞാൻ എല്ലായിടത്തും തിരഞ്ഞു. ജഗഹ് സ്ഥലം, ഓരോ സ്ഥലത്തും. ഗോജ തിരഞ്ഞു. ബാത്റൂം മീം ദോ ചൂസെ പാനി മീം ഗെൽ രഹേത്തെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ദോ ചൂസെ രണ്ട് കുളക്കോഴി കുഞ്ഞുങ്ങൾ, പാനീമേം ഗേൽ രഹേത്തെ വെള്ളത്തിൽ കളിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ എന്താണ്, അവൻ ബാത്റൂമിൽ നോക്കിയപ്പോൾ അവിടെ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മേനെ ഉനെ പക്കട ഔർ ബരാമദേമേം ചോട് ദിയ ഞാൻ അതിനെ പിടിച്ച്, പക്കട പിടിച്ചിട്ട്, ബരാമദേമേം ചോട് ദിയ ബരാമദെ വരാന്ത, വരാന്തയിൽ, ചോട് ദിയ അവിടെ കൊണ്ടുവിട്ടു. അവനാ കുളക്കോഴി കുഞ്ഞുങ്ങളെ പിടിച്ച് വരാന്തയിൽ കൊണ്ടുവിട്ടു. ജൽ മുർഗിയോനെ ഏക് നസർ അപ്പനെ ചൂസോങ്കു ദേഖാ ജൽ മുർഗിയോ കുളക്കോഴികൾ, ഏക് നസർ ഒരു നോട്ടം, അപ്പനെ ചൂസോങ്കോ ദേഖ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം ഒന്ന് നോക്കി. ഫിർ നദി കി തരഫ് ദൗഡ് പടി ഫിർ വീണ്ടും, നദി കി തരഫ് തരഫ് വശം, നദിയുടെ ആ വശത്തേക്ക്, ദൗഡ് പടി ഓടി. പാഞ്ചോം ചൂസേ ബി ഉൻകെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ ഥേ പാഞ്ചോം ചൂസേ അഞ്ച് കുളക്കോഴി കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം എന്താണ് ഈ കുളക്കോഴികളുടെ പുറകെ, പീച്ചെ പീച്ചെ പുറകെ പുറകെ, ചലേ ജാ രഹേ ഥേ അവരുടെ പുറകെ പോയി. ഉസ് ദിൻ മേനെ ജാനാ കി ചിൽ മുർഗിയോം കോ ബി ഗിൻതി ആത്തി ഹേ ഉസ് ദിൻ ആ ദിവസം, മേനെ ജാനാക്കി ഞാൻ മനസ്സിലാക്കി, എനിക്ക് അറിയാൻ സാധിച്ചു. എന്ത്? ജൽ മുർഗിയോം കോബി ഗിൻതി ആത്തി ഹേ ഈ കുളക്കോഴികൾക്കും, ഗിൻതി ആത്തി ഹേ എണ്ണാൻ അറിയാമെന്ന് ഞാനന്ന് മനസ്സിലാക്കി. ഈ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ വരിയിൽ, അതായത് ഈ പേജിലെ ആദ്യത്തെ വരിയിൽ പറയുന്നുണ്ട്, കുളക്കോഴികൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി, അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി എന്ന് പറയുന്നുണ്ട്. ആ നിമിഷം എന്താണ്, അവർ എത്ര കുഞ്ഞുങ്ങൾ പുറകിലുണ്ടെന്ന് എണ്ണി നോക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ആ കുട്ടിക്കും മനസ്സിലായി എന്ത്, ഈ കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാമെന്നത്.